ഈ വേദിയിലേക്ക് ഇന്ന് കടന്നു വരുന്നത് കേരളത്തിലെ കുടുംബ പ്രേക്ഷകർക്ക് ഏറെ പരിചിതയായ ഒരു കലാകാരിയാണ്. ഈ കലാകാരി ഈ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് മാനത്തെ കൊട്ടാരം എന്ന സി കേരളയുടെ പരമ്പരയും ഓർമ്മ വരും. മാനത്തെ കൊട്ടാരത്തിൽ സുചിത്രയായി വേഷമിടുന്ന ഈ മിടുക്കി ടെലിവിഷൻ അവതാരക എന്ന രീതിയിലും വേദികളിലെ അവതരണ മികവിലും ശ്രദ്ധേയയാണ്. സ്വാഗതം ആതിര മാധവ്. പച്ചപ്പട്ട് വിരിച്ച കേരളം എന്നൊക്കെ പറയുന്നത് പച്ച ഉടുപ്പിട്ട ആതിര. നല്ല ചിരി. അതെയോ? പക്ഷെ ആ സീരിയലിൽ എപ്പോഴും കരയുകയാണെന്നാണല്ലോ നാട്ടുകാർ പറയുന്നത്. സീരിയലിൽ ഒരു വളരെ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്ന ഒരു വിഷമിച്ചിരിക്കുന്ന വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഈ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്നത് കൊണ്ടും വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടും ഒരാൾ എപ്പോഴും കരയണോ? എക്സ്പോഷർ ഇല്ല, അപ്പോൾ എപ്പോഴും എന്തിനും കുറ്റമാണ്, എന്തിനും ഏതിനും പരിഭവം കുറ്റം. കഴിഞ്ഞ ദിവസം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായ ശ്രീ പ്രേംകുമാർ പരമ്പരകൾ സെൻസർഷിപ്പിന് വിധേയമാകേണ്ടതുണ്ട് എന്നൊരു പരാമർശം നടത്തി. ചില പരമ്പരകളൊക്കെ എൻഡോസൾഫാനേക്കാൾ മാരകമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ ആതിര അതിനോട് യോജിക്കുന്നുണ്ടോ? രണ്ടാമത്തെ വിഷയം, അദ്ദേഹം പറഞ്ഞതിനോട് യോജിക്കുകയോ വിയോജിക്കുകയോ നമുക്ക് ചെയ്യാം. പക്ഷേ ഇപ്പോൾ നോക്കൂ, ആതിര എന്നോട് പറഞ്ഞപ്പോൾ പോലും എക്സ്പോഷർ ഇല്ലാത്തത് കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടും ഒരാളുടെ ജീവിതം പൂർണ്ണമായും നിരാശാഭരിതമാകണം എന്നൊരു സൂചന പോലെ തോന്നി. അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുണ്ട്, കേരളത്തിൽ ഒരിക്കലും പറയാൻ പാടില്ല. കാരണം ഈ ഉന്നത കുലജാതരുടെയും വിജയിച്ചവരുടെയും ആഘോഷത്തിൻ്റെ നാടല്ലല്ലോ, ചവിട്ടിത്താഴ്ത്തിയ വാമനനെ അല്ലല്ലോ. പാതാളത്തിലേക്ക് വീണുപോയിട്ടും മനുഷ്യ മനസ്സുകളിലേക്ക് തിരിച്ചു വരുന്ന, വീഴ്ചയിൽ നിന്ന് കുതിച്ചു കയറുന്ന മഹാബലിയല്ലേ നമ്മുടെ ദേശീയോത്സവത്തിൻ്റെ പോലും കൊടിയടയാളം അല്ലേ? അതുകൊണ്ട് എല്ലാവരും റിസറക്റ്റ് ചെയ്യുന്ന, ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസം സ്വപ്നം കാണുന്ന നാടാണ് മലയാളം. ശരിയല്ലേ? പോട്ടെ, അതൊക്കെ ശരി. എന്നാലും പരമ്പരകൾ ഒരുപാട് പേര് രസിപ്പിക്കാറുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെ പോകുന്നു. അശ്വമേധത്തിൽ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ഏത് കോളേജിൽ? മരിയൻ എഞ്ചിനീയറിംഗ് കോളേജ്. എഞ്ചിനീയറിംഗ് ആണോ കഴിഞ്ഞത്? ഏതായിരുന്നു ട്രേഡ്? കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസ്. IT വിദഗ്ധർ വല്ലതാണോ മനസ്സിൽ? അല്ല, താങ്ക് യു. അപ്പോൾ ഒരു ചോദ്യം അത് പറയാൻ പറ്റില്ല. വീട്ടിലാരൊക്കെ? അല്ലാന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അത് പറയാൻ പറ്റില്ല, കാര്യമില്ലല്ലോ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ ഹസ്ബൻഡ്, കുഞ്ഞ്. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. നിങ്ങൾ ഈ പകൽ മുഴുവൻ ക്യാമറയ്ക്ക് മുന്നിൽ കരഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോൾ ഭർത്താവ് ഇത് കാണുമ്പോൾ ചോദിക്കാറില്ല, നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കാറില്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ക്യാരക്ടർ വിട്ടല്ലോ. കുഞ്ഞ് ചോദിക്കും, അമ്മ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കും. ഇല്ല, അവൻ കാണാറേ ഇല്ല. എങ്ങാലും ടി വിയിലെങ്ങാലും വന്ന് അവൻ മാറിയിരിക്കും. അവൻ്റെ പേരെന്താ? റേ. റേ. എത്ര വയസ്സായി? 2 വയസ്സ്. അവന് ഒരുപാട് പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ, മിടുക്കനാ. തമാശ പറയുന്നതാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഒരു പരമ്പര വിരുദ്ധനൊന്നും അല്ല. എൻ്റെ കുട്ടിക്കാലം മുഴുവൻ ഒരുപാട് പരമ്പരകളുടെ ആരാധകനായിരുന്നു. അതിലിപ്പോഴും എനിക്ക് ഓർമ്മയുള്ള ചില പരമ്പരകൾ, ഒന്ന് ഗോവിന്ദ് നിഹലാനിയും ഭീഷ്മസാഗരിയും ചേർന്നൊരുക്കിയ തമസ്. അന്ന് മലയാളം വന്ന് തുടങ്ങാത്ത കാലത്താണ് ആദ്യം ദൂരദർശനിൽ തന്നെ അന്ന് ബുനിയാദ് അടക്കമുള്ള പരമ്പരകൾ ഉണ്ടായിരുന്നു ഹിന്ദിയിൽ. പിന്നെ മലയാളത്തിലാകട്ടെ ദൂരദർശൻ്റെ കാലമാണ്. ശ്രീ നെടുമുടി വേണു അടക്കമുള്ളവർ ഗംഭീരമാക്കിയ കൈരളി വിലാസം ലോഡ്ജ് പോലുള്ള നല്ല രസകരമായ പരമ്പരകളുണ്ടായിരുന്നു. കൈരളി ടി വിയിൽ പോലും നല്ല ഒരുപാട് പരമ്പരകൾ, കൈരളി ടി വിയിൽ പോലുമല്ല, കൈരളി ടി വിയിൽ വന്നിട്ടുണ്ട്. കൈരളി ടി വിയിൽ വന്ന ഒരു ടെലിഫിലിം ഡിസംബർ മിസ്റ്റൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണ്. സജി സുരേന്ദ്രനായിരുന്നു അത് സംവിധാനം ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി ഇനിയും ഒരുപാട് കാലം ഒരുപാട് മികച്ച വേഷങ്ങൾ അഭിനയിക്കാൻ ആതിരയ്ക്ക് കഴിയട്ടെ. താങ്ക് യു സർ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ആദ്യത്തെ സെഗ്മെന്റിലേക്ക് ആതിര എന്ന ഈ കുടുംബ സദസ്സുകളുടെ പ്രിയപ്പെട്ട താരവും ഒരുമിച്ച് ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ. ആതിര കണ്ടെത്തേണ്ട വ്യക്തിയെക്കുറിച്ചുള്ള ആദ്യത്തെ സൂചന ഇതാ. 1947 ജനിച്ച മലയാളിയായ ഞാൻ 550-ലധികം സിനിമകളിൽ അഭിനയിച്ചു. അടുത്ത സൂചന തരാം. രണ്ടാമത്തെ സൂചന, 2 തവണ ദേശീയ പുരസ്കാരവും 4 തവണ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പുരസ്കാരവും നേടി ഞാൻ അഭിനയ മികവിന്.
അടുത്ത ക്ലൂ. മൂന്നാമത്തെ ക്ലൂ. എൻ്റെ ആത്മകഥയുടെ പേര് കഥ തുടരും എന്നാണ്. അടുത്ത ക്ലൂ. കേരളത്തിലെ പ്രശസ്തമായ ഈ കലാകേന്ദ്രം, ഈ നാടക സമിതിയിലൂടെയാണ് ഞാൻ അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത്. ആ കലാകേന്ദ്രം ഏതെന്ന് മനസ്സിലായോ? KPSC. പറയുന്നില്ല. അടുത്ത ക്ലൂ വേണം. അടുത്ത ക്ലൂ, ഞാൻ അഭിനയിച്ച ഈ സിനിമയിലെ രംഗം നിങ്ങൾക്ക് കാണാം, പക്ഷേ ഈ സിനിമയിൽ ഞാൻ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഇതാ നോക്കൂ. റോസാച്ചെടി കൊണ്ടുവന്നു. ബഷീറേ, ബഷീറേ, KPSC യിൽ ഉറക്കെ പറയൂ. KPSC യിൽ എഴുതി. എനിക്ക് പേടി തോന്നി അവസാനം ഒരു മമ്മൂട്ടി എന്ന് പറയുന്നു. അനീഷ വിചാരിച്ചു അങ്ങനല്ലേ? അനീഷ മമ്മൂട്ടി ഉത്തരം പറഞ്ഞു, അതുകൊണ്ടാ. അനശ്വരയായ കലാകാരി KPSC ലളിത. ശരിയായ ഉത്തരമാണ്. 2 തവണ നാഷണൽ അവാർഡ് നേടി മികച്ച സഹനടിക്കുള്ള, 4 തവണ സ്റ്റേറ്റ് അവാർഡും നേടി. അവർ കൂട്ടുകുടുംബം എന്നുള്ള ഒരു പഴയ സിനിമയിലാണ് ആദ്യം ആരംഭിച്ചു തുടങ്ങിയത്, KS സേതുമാധവൻ്റെ പറ്റോ. എങ്കിലും അവർ അത് കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക് എടുത്തതിന് ശേഷം ലൈഫിൽ അഭിനയത്തിൻ്റെ 2ാം വരവ് നടത്തിയത് ഭർത്താവായിരുന്ന ഭരതൻ സംവിധാനം ചെയ്ത കാറ്റത്ത കിളിക്കൂടിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് 2ാം വരവെത്തിയത്. പിന്നെ എണ്ണം പറഞ്ഞ നിരവധി റോളുകൾ. ദ കോംബോ ബിറ്റ്വീൻ KPSC ലളിത ആൻഡ് ഇന്നസെന്റ് വാസ് ഓസം, അല്ലേ? അതെ. So qualified, you are playing for $10,000. All the best. Thank you. അനീഷ, സത്യം പറയാം അനീഷ. അനീഷ അത് കണ്ടപ്പോൾ മമ്മൂട്ടി ഉത്തരം പറയാൻ അല്ല പ്രതിവേട്ട കഥ തുടരുമെന്ന് കണ്ടപ്പോഴേ എനിക്ക് ആളെ മനസ്സിലായി. ആണോ? എനിക്ക് വയ്യ. ശരി, അനീഷ വലിയ മിടിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ സീരിയലിൽ ഡബ് ചെയ്യുന്നുണ്ട്. അനീഷയോ? അതിലെ രാഖി എന്ന് പറയുന്ന ക്യാരക്ടർ ഞാനാണ് ഡബ് ചെയ്യുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. അനീഷ ഒരു മികച്ച ഡബിങ് ആർട്ടിസ്റ്റ് ആണ്. താങ്ക് യു. അപ്പോൾ ആരംഭിക്കാം. അപ്രൂവ് സർ, അപ്രൂവ്. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് ആതിര മാധവ് എന്നോടൊപ്പം മത്സരരംഗത്തേക്ക് കടക്കുന്നു. യാഗം. ആതിര വിചാരിച്ച വ്യക്തി ഒരു മലയാളി. അതെ. ആണ്. പുരുഷൻ. അതെ. ആണ്. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. ഇന്ത്യൻ ആണ്, മലയാളിയാണ്, പുരുഷനാണ്, ജീവിച്ചിരിപ്പുണ്ട്. 50 വയസ്സിന് മുകളിൽ പ്രായം? അതെ. ആണ്. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം? അതെ. രാഷ്ട്രീയം അല്ല. സാഹിത്യം? അതെ. സിനിമയുമായി കണക്റ്റഡ് ആണോ? അല്ല. അല്ല. ചെറുകഥയോ നോവലോ ആണോ സാഹിത്യത്തിലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന? അല്ല. അല്ല. കവിത? അല്ല. 10 ചോദ്യങ്ങൾ, യജ്ഞം. ഹാസ്യസാഹിത്യം, ബാലസാഹിത്യം, നാടകം? അല്ല. ശാസ്ത്ര സാഹിത്യം, സാഹിത്യ വിമർശനം, ലിറ്റററി ക്രിറ്റിസിസം, ഒബ്ജക്റ്റീവ് സയൻസ്? അല്ല. 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 ചെറുകഥയല്ല, നോവലല്ല, നാടകമല്ല, ഹാസ്യ സാഹിത്യമല്ല, ചരിത്ര സാഹിത്യമല്ല, ബാലസാഹിത്യമല്ല, ശാസ്ത്ര സാഹിത്യമല്ല. നിരൂപണമല്ല, സാഹിത്യ വിമർശനമല്ല. ഹിസ്റ്ററിയാണോ, ചരിത്ര സാഹിത്യമാണോ, ചരിത്ര രചനയാണോ പ്രധാനം? അല്ല. ജേർണലിസം, ജേർണലിസ്റ്റിക് ലിറ്ററേച്ചർ? യെസ്. ആണ്. കഥക്കൂട്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ, ഇപ്പോഴും പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ പങ്ക്തി കഥക്കൂട്ട് എന്നതാണോ? ഹെൽപ്പ്. ലൈഫ് ലൈൻ ഏറ്റവും പ്രശസ്തമായതല്ല. തോമസ് ജേക്കബ് സാർ അല്ല. അപ്പോൾ അല്ല അല്ല അടുത്ത ചോദ്യം ലൈഫ് ലൈൻ ആയിരുന്നു. സോ ഐ ഹാവ് അനദർ ചാൻസ് ടു ഗോ ഫോർ ദ 10 ഓക്കെ. questions. ഓക്കെ.
ഒരു പ്രത്യേക മാധ്യമ സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണോ അദ്ദേഹത്തിൻ്റെ ജേർണലിസ്റ്റിക് ലിറ്ററേച്ചർ കൂടുതൽ സജീവമായിരുന്നത്? മോസ്റ്റ്ലി. 80 വയസ്സ് കഴിഞ്ഞോ? യെസ്. 16 ചോദ്യങ്ങൾ രാജശ്രീയും. നാർക്കോപോളിസ് എന്ന ബെസ്റ്റ് സെല്ലറായ കൃതി എഴുതിയത് അദ്ദേഹത്തിൻ്റെ മകനാണോ? അതെ. ആണ് സാർ? യെസ്. യെസ്. പത്മപുരസ്കാരം നേടിയ മനുഷ്യനാണോ? അതെ. താങ്കൾ വിചാരിച്ച വ്യക്തി സമാരാധ്യനായ TJS ജോർജാണ്. അതെ. TJS ജോർജ് ഇന്ത്യൻ പത്രപ്രവർത്തകൻ, എഴുത്തുകാരൻ, കോളമിസ്റ്റ്. കേരളത്തിൽ ജനിച്ച ഇദ്ദേഹം മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഓണേഴ്സ് ഡിഗ്രി നേടിയ ശേഷം ബോംബെ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ഫ്രീ പ്രസ് ജേണൽ എന്ന പത്രസ്ഥാപനത്തിൽ ജോലിയിൽ പ്രവേശിച്ചു. നിർഭയവും സ്വതന്ത്രവുമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരുന്ന TJS ജോസഫ് ഭരണ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചു എന്നാരോപിക്കപ്പെട്ട് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലടയ്ക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ പത്രാധിപരാണ്. അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന VK കൃഷ്ണമേനോനാണ് TJS ജോർജിനു വേണ്ടി കോടതിയിൽ വാദിച്ചത്. സ്വതന്ത്ര കാഴ്ചപ്പാടുള്ള ധീരനും സത്യസന്ധനുമായ പത്രപ്രവർത്തകനായി പേരുകേട്ട ഇദ്ദേഹത്തെ 2011 ഭാരത സർക്കാർ പത്മഭൂഷൺ നൽകി ആദരിച്ചു. ഏഷ്യയിലെ പ്രമുഖ ഇംഗ്ലീഷ് ഭാഷാ വാർത്താ മാസികയായ ഏഷ്യാവിക് ഹോങ്കോങ്ങിൽ സ്ഥാപിച്ചതും ഇദ്ദേഹമാണ്. ദീർഘകാലം ദി ന്യൂ ഇന്ത്യ എക്സ്പ്രസിലെ എഡിറ്റോറിയൽ അഡ്വൈസറായി സേവനം ചെയ്തിട്ടുണ്ട്. നല്ലൊരു എഴുത്തുകാരൻ കൂടിയാണ്. സ്വാതന്ത്ര്യത്തിന് മുൻപും ശേഷവുമുള്ള ഇന്ത്യയുടെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക തലങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവുള്ള വ്യക്തിയാണ്. നിരവധി ജീവചരിത്രങ്ങളും പുസ്തകങ്ങളും എഴുതിയ ജോർജിന്റെ മകൻ ജി തയ്യൽ എന്നറിയപ്പെടുന്ന എഴുത്തുകാരനാണ്. അനീഷ പ്ലീസ്. ഗുരു ഓഫ് ജേർണലിസമായ പണ്ഡിതനായ സമാരാധ്യനായ TJS ജോർജിനെയാണ് മനസ്സിൽ വിചാരിച്ചത് ആദിരാം മാധവ്. ഒപ്പം ജി തയ്യലിൻ്റെ നാർക്കോപോളിസ് എന്ന ബെസ്റ്റ് സെല്ലറിനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ ഉത്തരം അവിടെ പൂർണ്ണമാവുകയും ചെയ്തു. ശ്രീ VK മാധവൻകുട്ടിയിലൂടെ, തോമസ് ജേക്കബിലൂടെയൊക്കെയാണ് ഞാൻ ആദ്യം സഞ്ചരിച്ചു പോയത്. പ്രത്യേകിച്ച് മലയാളത്തിൽ ഒരു വെറ്ററൻ ജേർണലിസ്റ്റിക് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞപ്പോൾ കഥക്കൂട്ട് എന്ന പങ്ക്തിയാണ് ആദ്യം ഓർമ്മ വന്നത് തോമസ് ജേക്കബ് സാറിൻ്റെ. വെൽ പ്ലേറ്റ്. താങ്ക് യു സർ. അപ്പോൾ മോനെ കാണിക്കണം റേ. ഉറപ്പായിട്ട്. റേ വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന് പണ്ടൊരാൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ 2 വയസ്സേ കഴിഞ്ഞുള്ളൂ. വായിച്ചു തുടങ്ങാം 2 വർഷം കൂടി കഴിയുമ്പോൾ. വായിച്ച് മിടുക്കനാവുക. നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം. ബയോഡേറ്റ അയക്കേണ്ട വിലാസം ashwamedham@kairalitv.in.